അസ്സലാമലൈക്കും, നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസികളെ വീണ്ടും ഓർമ്മിക്കാട്ടോ. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. സാമ്പത്തികമായിട്ട് കേസ് ആളുകളുണ്ട്. റൂമിൻ്റെ റെൻറ്റ് കൊടുക്കാനുള്ള കേസായവരുണ്ട്. റെൻറ്റേക്കാരെടുത്തിട്ട് അടവടക്കാതുകൊണ്ട് കേസായവരുണ്ട്. പലതരത്തിലുള്ള പർച്ചേസ് ചെയ്തിട്ട് അത് കേസായവരുണ്ട്. അതേപോലെ നിങ്ങൾ മൊബൈലിൽ STC ചെയ്യുന്നതൊക്കെ വൈഫൈ മറ്റു കണക്ഷൻ എടുത്തിട്ട് അത് കേസായവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഇപ്പോൾ അടക്കണ്ട, നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അടച്ചാൽ പോലെ. എനിക്ക് പറയാം, നിങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടി എമർജൻസി ആയിട്ട് പോകേണ്ട പല കാര്യങ്ങളുണ്ടാവാം. വിവാഹ സംബന്ധമായ കാര്യത്തിനേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അസുഖമായിട്ട് പോകേണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യത്തിൽ നാട്ടിൽ പോകേണ്ട ആവശ്യം വരും. ആ സമയത്ത് അടച്ചാൽ മതി നിങ്ങൾ വിചാരിക്കും. എനിക്ക് പറയാനുള്ളത്, ആ സമയത്ത് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അബ്ഷർ എന്നത് പിൻവലിയും. പക്ഷേ ഗവൺമെൻറ് സിസ്റ്റത്തിന് അത് മായില്ല. അത് വളരെ താമസം പിടിക്കും മായാൻ. കാരണം 15 ദിവസം, 1 മാസം, 2 മാസമൊക്കെ സമയം പിടിക്കും. ഒരാൾ ഇപ്പോൾ റൂമിൻ്റെ റെൻറ്റ് കൊടുക്കാണ്ടായിട്ട് അടക്കാതിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ കേസായി. അദ്ദേഹം നാട്ടിൽ പോകുന്ന സമയത്ത് അടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കാശൊക്കെ അടച്ചതിന് സിസ്റ്റത്തിൽ നിന്ന് മാഞ്ഞില്ല. അബ്ഷറിൽ നിന്ന് മാഞ്ഞു പോയി, സിസ്റ്റത്തിൽ നിന്ന് മാഞ്ഞില്ല. പിന്നെ 4 മാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സിസ്റ്റത്തിൽ നിന്ന് മാഞ്ഞു പോയത്. ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സാമ്പത്തികമായി കൊടുക്കാനുള്ള കേസായിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് അടച്ച് ക്ലിയർ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് സുലഭമായിട്ട് എക്സിറ്റ് അടിക്കാനോ റീഎൻട്രി അടിക്കാനോ കഴിയും. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാലതാമസം പിടിക്കും. മറക്കണ്ട. എൻ്റെ സംശയം. സലാം.